അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സെയ്ദ് ബിൻ ഹാരിഥ റളിയല്ലാഹു അൻഹുവും വളരെ ക്ലേശിച്ചാണ്, വളരെ പ്രയാസപ്പെട്ടാണ് തായിഫിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടത്. അവർ വളരെ വേഗം മക്കായുടെ ദിക്കിലേക്ക് നടക്കാൻ തുടങ്ങി. ഏതാണ്ട് 3 മൈൽ ദൂരം അവർ അതിവേഗം നടക്കുകയുണ്ടായി. 3 മൈൽ കഴിഞ്ഞപ്പോൾ ഒരിടത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അപ്പോഴേക്കും എല്ലാ അർത്ഥത്തിലുമുള്ള ക്ഷീണം നബിയെയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും വലയം ചെയ്ത് കഴിഞ്ഞിരുന്നു. ശാരീരികമായ ക്ഷീണമുണ്ട്, ഇതിനേക്കാൾ വലിയ ക്ഷീണം മാനസികമായിരുന്നു. നബിയുടെ ജീവിതം പരിശോധിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിയും പറഞ്ഞു പോകും, നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ രംഗം ഉഹദിലുണ്ടായ രംഗമായിരുന്നു എന്ന്. ചരിത്രകാരന്മാർ പലരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അഹ്റജു സഅത്തിൻ ഫി ഹയാത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സമയമെന്ന്. കാരണം ആ യുദ്ധം ഒരു നിമിഷം പ്രതികൂലമായപ്പോൾ കണ്ടവരെയെല്ലാം ആക്രമിക്കാൻ തുടങ്ങി. ആകെ വെപ്രാളം 4 ഭാഗത്തിൽ നിന്നും വന്നു ചേർന്നു. കൊടിപടലങ്ങൾക്കിടയിൽ ആർക്കും ആരെയും കാണാൻ കഴിയാത്ത അവസ്ഥ. അതിനിടയിൽ നബിയെ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടായി. ഇബ്നു ഖംആ എന്ന ഒരു നീചനായ മനുഷ്യൻ നബിയുടെ നേരെ വാളോങ്ങി. ആ വാള് നബിയുടെ ചുണ്ടിനെ സ്പർശിച്ചുകൊണ്ടെന്നോണം കടന്നുപോയി. നബി ഒരു കുഴിയിൽ വീണു, മുൻപല്ല് പൊട്ടിപ്പോയി. ഒരുപാട് വേദനാജനകമായ, ഏതൊരു വിശ്വാസിക്കും പറയാനോ കേൾക്കാനോ കഴിയാത്ത രംഗങ്ങൾക്ക് സാക്ഷിയായി. അതായിരിക്കും നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് കണക്ക് കൂട്ടുന്നവർക്ക് സത്യത്തിൽ മറ്റൊരു മറുപടിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, നബിയെ, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവം ഉഹദിൽ അന്നുണ്ടായ അനുഭവമല്ലേ എന്ന്. അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഒരിക്കലുമല്ല. ഞാൻ തായിഫിലേക്ക് പോവുകയും അബ്ദു യാലയിലിനെയും സഹോദരങ്ങളെയും ക്ഷണിക്കുകയും ചെയ്ത്, മാത്രമല്ല തായിഫിലെ മറ്റു ജനങ്ങളെയും ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവരിൽ നിന്നുണ്ടായ അനുഭവം, അവരിൽ നിന്നുണ്ടായ തിരസ്കാരം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ക്ഷീണത്തിലാണ്, അതിൻ്റെ വ്യഥയിലാണ്, അതിൻ്റെ വേദനയിലാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വേദനയും തൻ്റെ പരാതിയും തൻ്റെ പ്രയാസങ്ങളുമെല്ലാം തൻ്റെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ തീരുമാനിക്കുകയും ഒരിടത്ത് മാറി നിന്നുകൊണ്ട് വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്തു. അല്ലാഹുമ്മ ഇലൈക അഷ്കു ളഅഫ ഖുവതി, എൻ്റെ ദുർബലതകൾ ഞാൻ നിന്നോട് മാത്രം അല്ലാഹുവെ പരാതിപ്പെടുന്നു. വഖില്ലത ഹീലതി, എൻ്റെ ശ്രമങ്ങളുടെ പോരായ്മയും. വഹൗനി അലന്നാസ്, ജനങ്ങളുടെ മുമ്പിലുള്ള എൻ്റെ ദുർബലതയും. എന്നിട്ട് അള്ളാഹുവിനോട് നബി ഒന്നുകൂടി അടുത്തു നിന്ന് ചോദിച്ചു, യാ റബ്ബൽ ആലമീൻ ഇലാ മൻ തഖിലുനി, എന്നെ ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഇലാ ബഈദിൻ യതഹജ്ജമുനി, എന്നെ പീഡിപ്പിച്ചേക്കാവുന്ന ഒരു അജ്ഞാതന്റെ കയ്യിലേക്കാണോ എന്നെ കൈമാറുന്നത്? ഔ ഇലാ അദുവിൻ മല്ലക്തഹു അംരി, അല്ല, എന്റെ കാര്യത്തിന്റെ അവകാശം നീ നൽകുന്ന ഏതോ ഒരു ശത്രുവിലേക്ക്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരളലിഞ്ഞ ആ പ്രാർത്ഥന നിർവഹിച്ചു. എന്നിട്ട് അവിടെ ഒരു നിമിഷം വിശ്രമിക്കാൻ വന്ന്, അപ്പോഴേക്കും ആ പ്രാർത്ഥന അള്ളാഹു കേട്ടു. ആകാശ മേലാപ്പിൽ നിന്ന് പർവ്വതങ്ങളുടെ മലക്കിറങ്ങി വന്നു, നബിയെ, അങ്ങ് അനുവദിക്കുകയാണ് എങ്കിൽ ആ കാണുന്ന തായിഫ്
എന്ന പ്രദേശത്തിന് അതിരിടുന്ന ആ രണ്ട് വലിയ മലകൾ, അവ രണ്ടിനെയും ചേർത്തു വെച്ചുകൊണ്ട് ഈ നാട്ടുകാരെ മുഴുവൻ നശിപ്പിക്കുവാൻ അള്ളാഹു എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ആയതിനാൽ അങ്ങ് അനുവദിക്കുകയാണ് എങ്കിൽ അത് ഞാൻ നടപ്പിലാക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ അതാവട്ടെ എന്ന് പറയുവാൻ ഈ നബിക്ക് കഴിയില്ല. മഹാനായ നബി കാരുണ്യമാണ്, കേദാരമാണ്. നബിയുടെ ഏറ്റവും വലിയ ഉൾക്കരുത്ത് നബിയുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയോടുകൂടെ നബി പറഞ്ഞു, വേണ്ട, അവരിൽ എന്തെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ തലമുറയിൽ എന്നെങ്കിലും ആരെങ്കിലും ഈ വെളിച്ചം സ്വീകരിക്കാൻ മുന്നോട്ട് വരികയാണ് എങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് ഞാൻ ഇച്ഛിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.